എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ ചെറുനാരകത്തെക്കുറിച്ചാണ്. ഇതാണ് ഞങ്ങളുടെ ചെറുനാരകം. ചെറുനാരങ്ങ ഒരുപാട് എണ്ണം ഉണ്ട്. ഒരുപാട് ചെറുനാരങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോഴാണൊരു കുറേയൊക്കെ അങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞു. ഇപ്പോഴാണൊരു വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചത്. നാരങ്ങ പാകമാകുമ്പോൾ തന്നെ തനിയെ വീണോളും. നമുക്കിതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ താഴ്ന്ന് പെറുക്കിയതാണ്. നല്ല വലിപ്പമാണ്, കണ്ടില്ലേ. നമ്മുടെ വീട്ടിൽ അത്യാവശ്യമുള്ള ഒരു സാധനമാണല്ലോ ചെറുനാരങ്ങ. ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കാനാണെങ്കിലും അച്ചാറോ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കാനോ എല്ലാറ്റിനും ഉപകാരമുള്ളൊരു സാധനമാണ് ചെറുനാരങ്ങ. ചെറുനാരങ്ങയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ചെറുനാരങ്ങയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ചെറുനാരങ്ങ ശരീരഭാരം കുറയ്ക്കാനൊക്കെ പലരും ഉപയോഗിക്കാറുണ്ട്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ചെറുനാരകം നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി പൂക്കും കായ്ക്കും ചെയ്യുന്നുണ്ട്. നമ്മൾ തൈകൾ വാങ്ങിക്കുമ്പോൾ വിശ്വാസയോഗ്യമായ നഴ്സറിയിൽ നിന്ന് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നല്ല വെറൈറ്റി നോക്കിയിട്ട് വാങ്ങിക്കണം. ചെറുനാരകത്തിന് നല്ല വെയിൽ ആവശ്യമുള്ളത് കൊണ്ട് നല്ല വെയിലുള്ള സ്ഥലം നോക്കി നടുവാൻ ശ്രദ്ധിക്കണം. നാരകത്തിന് അധികം നനയുടെ ആവശ്യമില്ല. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നനച്ചാൽ മതി. നന്നായി പൂക്കുവാനും കായ്ക്കാനും വേണ്ടി ഞാനുണ്ടാക്കിയ ജൈവസ്ലറി ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഞാനുണ്ടാക്കുന്ന ജൈവസ്ലറി എങ്ങനെയാണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കുറച്ച് എല്ലുപൊടി ഒക്കെ ചേർത്ത് ഒരാഴ്ച പുളിപ്പിച്ചതിന് ശേഷം ഒരു 5 ഇരട്ടി വെള്ളം ചേർത്ത് അങ്ങനെ ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. പിന്നെ പൊട്ടാഷ് വാങ്ങിച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. ഇതൊക്കെ ചെയ്താൽ തീർച്ചയായും ചെറുനാരകം നന്നായി പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. പിന്നെ ചാരം ഒരിക്കലും ഇടരുത്, ചിലപ്പോൾ ഉണങ്ങി പോവാൻ സാധ്യതയുണ്ട്. വീട്ടിലൊരു ചെറുനാരകമെങ്കിലും നട്ടു വളർത്തുവാൻ ശ്രമിക്കണം. വീട്ടാവശ്യത്തിനുള്ള ചെറുനാരങ്ങ വിഷമടിക്കാത്തതും കാർബൺ വെച്ച് പഴുപ്പിക്കാത്തതുമായത് നമ്മുടെ വീട്ടിൽ നിന്ന് ലൈവായി പൊട്ടിച്ചെടുക്കാൻ പറ്റും. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നാലേ എനിക്ക് പുതിയ വീഡിയോ ഇടാനുള്ള താല്പര്യം കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.